ഞാൻ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ ചെയ്ത നമ്മുടെ വീട്ടിലൊരു പയ്യൻ അതിക്രമിച്ചു വന്നു, നമ്മൾ പ്രത്യേക സ്ഥലത്തിൽ നമ്മൾ കൊല്ലണ്ട വന്നു. ശരിക്കും നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നവനാ, സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയാം. നമുക്ക് പോലീസിൽ ചെല്ലാം. പോലീസിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് സെൽഫ് പ്രൊട്ടക്ഷൻ്റെതായ കാര്യങ്ങളാണ് അവിടെ വരുള്ളൂ. ഞാൻ അന്ന് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഒരു ഡെവലപ്പിംഗ് പീരീഡിൽ അന്ന് ഞാൻ ആലോചിച്ചത് ഇത്ര സിമ്പിളായിട്ട്, പക്ഷെ എന്തുകൊണ്ട് അവർക്കത് പറ്റാതെ വന്നു എന്നുള്ളത്, അവരുടെ അമ്മ, മരിച്ച പയ്യൻ്റെ അമ്മ ഒരു പോലീസുകാരി IG ആണ്. ഇവരുദ്ദേശിക്കുന്ന പോലെ കേസ് പോവുകയില്ല, അവരുദ്ദേശിക്കുന്ന പോലെ കേസ് പോവുള്ളൂ. ഒന്നത്. പിന്നെ അവർ നമ്മുടെ കുടുംബം ഇല്ലാതാക്കും എന്ന് പറയുന്ന ഡയലോഗ് എനിക്ക് ആ ചോദ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എവിടെ നിന്നാണ് പറഞ്ഞാൽ വിൻഡോയുടെ അവിടെ നിന്നുകൊണ്ട് ജനലിൽ നിന്ന് ജനലിലൂടെ നോക്കുമ്പോൾ കുഴിച്ചിട്ടിരിക്കുക. ജോർജ് കുട്ടി വന്നപ്പോഴത്തേക്ക് ഇവരത് കുഴിയിലാക്കി കഴിഞ്ഞു, മറച്ചു. ഇതിനകത്ത് ഫാമിലി ഫുൾ ഇൻവോൾവ് ആയി. മനസ്സിലായോ? മനസ്സിലായോ? കാരണം നൗ ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് ദ ക്രൈം. അതെ, തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു. എക്സാക്ട്ലി. അപ്പം ഇനി കൊച്ച അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും ഒരാൾ അടിച്ചു കൊന്നു, ഇവരത് കുഴിയിൽ താത്തി. തന്നെയല്ലല്ലോ, വേറെ ആൾക്കാരെ സഹായിച്ചിട്ടുണ്ടല്ലോ. കേസ് വരുമ്പോൾ അടിച്ചയാൾക്ക് മാത്രമാണോ? അല്ല, മറ്റേ ഫുൾ ഫാമിലിക്കെതിരെ വരും. ഓഫ് കോഴ്സ് ഇളയ കൊച്ചതിനകത്ത് ഒഴിവാകുമായിരിക്കും. അപ്പം അത് ഡയറക്റ്റ്ലി അല്ലെങ്കിലും ഇൻഡയറക്റ്റ്ലി അത് ഫാമിലി ആയിരിക്കും. അത് ഇതുവരെ അത് ശ്രദ്ധിക്കാത്തൊരു കാര്യം. ഇതിൽ അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പിന്നെ അത് എടുത്ത് പറയാതെ ആ ജനലിൻ്റെ അവിടെ നിന്ന് ഇവിടെ നോക്കി നിന്നോണ്ടാണ് സംസാരിക്കുന്നത്. കാരണം നമ്മളും ക്രൈമിനകത്ത് പെട്ടു. ആ മകള് മാത്രമല്ല, നമ്മളും ഇപ്പോൾ ഈ ക്രൈമിനകത്തെ ഭാഗമാണ്. നമ്മുടെ കുടുംബം തകർത്തുകളയും എന്ന് പറയുന്നത് അത് ഒരു ഇൻഡയറക്റ്റ് ഇത് അതിനകത്ത് ഉണ്ട്. അവസാനിപ്പിക്കുന്ന സമയത്ത് ഈ പോലീസുകാരും ഈ പോലീസ് സ്റ്റേഷനും എന്നും എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സാർ എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് തൊട്ടേ ആളുകൾ കൈയടിച്ചു തുടങ്ങിയിരിക്കുന്നു. ചിലപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ എന്നുള്ള ആ വരി ഉപയോഗിക്കാതെ നടന്നു വന്നാൽ ചിലപ്പോൾ സീൻ വൈസ് അത് കുറേ കൂടി ഇമ്പാക്റ്റ് ഉണ്ടാവുമല്ലോ. അത് കൊമേഴ്ഷ്യൽ സിനിമയുടെ പൾസ് അറിഞ്ഞിട്ടാണോ പോലീസ് സ്റ്റേഷൻ എന്ന് എഴുതി വെച്ചത്? അതെ അതെ, അത് ശരിക്കും അത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ. കാരണം സാറും ഈ പോലീസ് സ്റ്റേഷനും ഞങ്ങളെ എന്നും ഞാൻ പറയുന്ന സാധനം പറയുമ്പോൾ അതിനൊരു വേറൊരിതുണ്ട്. ഓഫ് കോഴ്സ് അങ്ങനത്തെ കുറച്ച് സാധനം. ഇപ്പം ഞാനിത് തെലുങ്ക് ചെയ്തപ്പം എന്നോട് ചോദിച്ചു, സെക്കൻഡ് പാർട്ട് എന്നോട് അതിൻ്റെ എഡിറ്റർ ചോദിച്ചു, മുരളി ഗോപിയും ലാലേട്ടനും തമ്മിലൊരു ക്രോസിംഗ് ഉണ്ട്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതില്ലേലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നത് മോഹൻലാൽ എന്ന് പറയുന്നൊരു വലിയൊരു നടനാണ്. ഓക്കെ, അദ്ദേഹം അങ്ങനെ നടക്കുമ്പോൾ അത് കാണാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ജോർജ് കുട്ടിക്ക് വലിയ ഫൈറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നൊരു ക്യാരക്ടറല്ല. പക്ഷെ അയാളുടെ ഹീറോയിസം വേറൊരു കൈൻഡ് ഓഫ് ഹീറോയിസമാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ വളരെ കൂളായിട്ട് നടന്നു പോകുമ്പോൾ IG ഇങ്ങനെ നോക്കി IG അത് അവിടെ ജോർജ് കുട്ടീനെ ആൾക്കാർ വീണ്ടും വേറെ രീതിയിൽ ലിഫ്റ്റ് ചെയ്യുവാണ്. അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് എപ്പോഴും ഉണ്ട്. ഞാനത് ചെയ്യാറുണ്ട്. ക്ലൈമാക്സിൽ ഇതെല്ലാം കഴിഞ്ഞ് കട്ട് ചെയ്ത് ലാസ്റ്റ് ഇവർ പുറത്തേക്ക് ഇറങ്ങി ഇത് വന്ന് കട്ടിങ്ങിൻ്റെ അവസാനം ഇവിടെ ജോർജ് കുട്ടി ഇവിടെ നിന്ന് എല്ലാവരും സിനിമ അവസാനിക്കാൻ പോകുന്ന നോക്കുമ്പോൾ ലാസ്റ്റ് ഒരു ഷോട്ടിൽ ഇങ്ങനെ മറ്റേ ശാന്തി ചെയ്ത ആ ക്യാരക്ടർ നോക്കുമ്പോഴത്തേക്കും ജോർജ് കുട്ടി ഇങ്ങനെ കയറി ഇങ്ങ് പോവാൻ നടന്ന ഗേറ്റിനാണ്. സാധാരണക്കാരൻ പുള്ളി വലിയൊരു കാര്യം ചെയ്തിട്ട് സാധാരണക്കാരനെ പുള്ളി അങ്ങ് പോവാണ്. അപ്പോൾ അവിടെ ആ നടന്നിങ്ങനെ അങ്ങ് പോകുമ്പോൾ ഞാൻ ഒരു മ്യൂസിക് പീസ് ചെയ്തു. അപ്പോൾ എൻ്റെ മോള് വന്നിട്ട് പറഞ്ഞു, ഡാഡി അതിനകത്ത് ഒരിടത്ത് ഭയങ്കരമായിട്ട് മ്യൂസിക് അങ്ങോട്ട് കയറുന്നുണ്ട്. അത് ശരിക്കും ആ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ആ ക്യാരക്ടറിനെ വെച്ച് നോക്കുമ്പോൾ അയാൾ സാധാരണക്കാരനാണ്. അപ്പോൾ ഇത്രയും അങ്ങനെ ഹെവി അല്ലാതെ ഒരു നല്ല വേറൊരു മൂഡിലുള്ള കുറച്ചുകൂടെ താന്ന് നിൽക്കുന്ന ഒരു മ്യൂസിക്കിൽ അതങ്ങ് പോകുന്നതല്ലേ നല്ലത്. അപ്പം ഞാൻ പറഞ്ഞു അവിടെയും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനുണ്ട്. ആ നടൻ്റെ ഒരു ഹീറോയിസോ അല്ലെങ്കിൽ അതിനെ ഒന്ന് കയറ്റണമെങ്കിൽ അതിവിടെ ഉള്ളു സ്ഥലം, അത് മ്യൂസിക്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. അയാൾ വലിയൊരു രീതിയിൽ നടക്കാൻ പറ്റത്തില്ല, ഭയങ്കര ഡയലോഗൊന്നും ഒന്നുമല്ല. അയാളൊരു സാധാരണക്കാരനായ എൻ്റെ കൂട്ടത്തിൽ ആ ഒരു മ്യൂസിക് സ്കോറിലൂടെയാണ് നമ്മളതങ്ങ് ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ട്, ഇയാളൊരു അതാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ തമ്മിൽ ചെറിയ തർക്കം ഉണ്ടായി. ഞാൻ പറഞ്ഞു ഇല്ല അതിരുന്നോട്ടെ, അത് ഒരു കുഴപ്പമുണ്ടാകില്ല എന്ന് പറഞ്ഞ് ഞാനതൊക്കെ വെച്ചു. ആൻഡ് ഇറ്റ് വർക്ക്ഡ്. ശരിക്കും അത് അവിടെ ഒത്തിരി പേര് അത് ഒക്കെ അവിടെ കാണുമ്പോഴത്തേക്കും അവർ ആഗ്രഹിക്കുന്ന, കാരണം അത് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എന്തെങ്കിലും അതൊരു വികാരമാണ് എല്ലാവർക്കും, മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ ഇതിനകത്ത് സിനിമാറ്റിക് ആകാൻ വേണ്ടി ചെയ്യും. ഈ സ്ഥിരം മോഹൻലാൽ ഭാവങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് പലപ്പോഴും ജിത്തു ജോസഫ് മൊമെന്റ്സ് ഉണ്ടാക്കുന്ന വളരെ സിമ്പിളായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. ഉദാഹരണത്തിന് ഒരു ചായക്കടയിലെ ഒരു നടത്തം,
അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് മനഃപൂർവ്വം ചെയ്യിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എല്ലാ അർത്ഥത്തിലും അയാൾ കോടതി മുറിയിൽ കൈ പിടിച്ച് താഴ്ന്നു നിൽക്കുന്ന പോലെ ഒരു നിപ്പ്. സാധാരണ ആളുകൾ ലാലേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന മുണ്ട് മടക്കി കൂത്തലോ മീശ വിരിക്കലോ ഇതുവരെയും ചെയ്യിപ്പിച്ചിട്ടുമില്ല. എന്താ ആ കൈൻഡ് ഓഫ് കൊതി എവിടുന്നാ വരുന്നത്? അല്ല, കാരണം എൻ്റെ ക്യാരക്ടറൈസേഷൻ അതാണ്. ഇപ്പം ഞാൻ ലാലേട്ടൻ നിന്നടിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാനും അതൊക്കെ ചെയ്യുമായിരിക്കും. കാരണം അത് ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമാണ്. എനിക്ക് ഇന്ന് ജോർജ് കുട്ടി പെട്ടെന്ന് അങ്ങോട്ട് മാറി ആ മുണ്ടുകുത്തി അടിച്ചു കഴിഞ്ഞാൽ ക്യാരക്ടറൈസേഷൻ പോയി. ഐ ഹാവ് ടു ഫോളോ ദാറ്റ് ക്യാരക്ടറൈസേഷൻ. അയാളുടെ ജോർജ് കുട്ടിക്ക് ഒരു സ്വഭാവമുണ്ട്. ജോർജ് കുട്ടി അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കൂടി വന്ന ഒരു വടിയെടുത്തൊക്കെ രണ്ടടിയും അങ്ങനത്തെ ഒരു ഫൈറ്റോ അങ്ങനെ മറ്റേ കൈൻഡ് ഓഫ് ഫൈറ്റ് ഇല്ലേ, അതൊരിക്കലും ജോർജ് കുട്ടി ചെയ്യില്ല. ജോർജ് കുട്ടി അടിക്കുവാണെങ്കിൽ നാടൻ അടി അടിക്കുള്ളൂ, കിരീടത്തിൽ അടി അടിക്കുള്ളൂ. അതാണ് ആ വ്യത്യാസം. കാരണം അയാളൊരു സാധാരണക്കാരനാണ്. അപ്പം അങ്ങനെ ആ ക്യാരക്ടറൈസേഷനിൽ പിടിച്ച് പോകുന്നതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പം നാളെ ഞാൻ വേറൊരു പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇനി തെറി തുടങ്ങും. റാം എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം വേറെ കൈൻഡ് ഓഫ് ഫൈറ്റാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം അത് ക്യാരക്ടറിനെ അനുസരിച്ച് ഫോളോ ചെയ്യുന്നത്. ജോർജ് കുട്ടിയിൽ എല്ലാ അർത്ഥത്തിലും മാനസാന്തരം ഉള്ളതായിട്ട് സെക്കൻഡ് പാർട്ടിൻ്റെ അവസാനം കാണിക്കുന്നുണ്ട്. അയാൾ എപ്പോഴും ആ വേദന, ആ കുറ്റബോധം ഉള്ളിൽ പേറിക്കൊണ്ട് തന്നെ ആ മനുഷ്യൻ നടക്കുന്നത്. ഇനി അതിൻ്റെ ഒരു ഭാഗം വരുമ്പോൾ ഇനി അയാൾ എന്താ അയാളുടെ ജീവിതത്തിൽ ആ കുറ്റബോധം വെച്ച് ചെയ്യുക എന്നുള്ളൊരു ആകുലതയുണ്ട്. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എന്താ ഇനി ജോർജ് കുട്ടി കുറ്റബോധം കൊണ്ട് ചെയ്യുക എന്നുള്ളതിന് ഒരിട്ടും സ്പോയിലേഴ്സ് ഇല്ലാതെ ജിത്തു ജോസഫിൻ്റെ ഒരു മറുപടി പറയാൻ പറ്റും. അത് ബേസിക്കലി ജോർജ് കുട്ടി എന്ന് പറയുന്ന ആളൊരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല. അയാൾ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാൾക്ക് അയാളുടെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടവരാണ്. കാരണം നമ്മുടേതെല്ലാം നമുക്ക് പ്രിയപ്പെട്ടതാന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. പുള്ളി ഒരു ഡയലോഗുണ്ട് ഫസ്റ്റിനകത്ത്, സാറേ സഹത പോലീസുകാരനെ അയാളെ വെറുതെ വെറുപ്പിക്കാണ്ട് പോയി, ഞാൻ ഇതുവരെയായിട്ടൊരു നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഞാനൊട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല, പിന്നെ ഞാനെന്തിനു പേടിക്കണം എന്ന് പറഞ്ഞ ഡയലോഗിൻ്റെ നെക്സ്റ്റ് കേട്ട ആ പെങ്കൊച്ചിൻ്റെ പറയുക ഇവൻ കാറുമായിട്ട് വരുന്ന. കാരണം അയാളുടെ ലൈഫിലേക്കൊരു നിയമവിരുദ്ധതയിലേക്ക് കയറാനുള്ള ഒരു ഇൻസിഡൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ കട്ട് ചെയ്തേക്കുന്നത്. പുള്ളി ഒരു നീതിമാനാണ്. പക്ഷേ ഫാമിലിയുടെ കാര്യം വരുമ്പോൾ ഫാമിലി തരുന്നിടത്ത് പുള്ളി അത് മാറ്റി വയ്ക്കേണ്ടി വരും. പുള്ളി ആരെയും മനഃപൂർവ്വം ഉപദ്രവിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നൊരിതാണ്. പക്ഷേ അവിടെ ഞാൻ പറഞ്ഞത് ഒരു 80% ക്യാരക്ടറാണ്, 20% സാഹചര്യം കൊണ്ട് പുള്ളി മാറും. മനസ്സിലായോ? ആ 20ൽ നിന്നാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ ചിലപ്പോൾ ഒരു അണമുട്ടിയ ചേരയും കടിക്കുമെന്ന് പറഞ്ഞ പോലെ നാളെ പുള്ളിനെ അതുപോലെ ഉപദ്രവിച്ചാൽ ചിലപ്പോൾ പുള്ളി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യനാണ്, മാറും. അതൊരു ഓപ്ഷൻ. പിന്നെ ഒരു ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായം മാറും തോറും നമ്മുടെ ചിന്താഗതികൾ മാറാം. മനസ്സിലായോ? അങ്ങനെയും ചിലപ്പോൾ സംഭവിക്കാം. അപ്പം ജോർജ് കുട്ടിക്കുള്ള ചേഞ്ചസ് ഏത് രീതിയിലാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. മനസ്സിലായി. അത്രയേ ഉള്ളൂ. അത് എങ്ങനെ വരുമെന്നുള്ളതും ഒക്കെ നിങ്ങൾ ദൃശ്യം 3 കാണുന്നത്. 83 സീനുകൾ എഴുതി കഴിഞ്ഞിരിക്കുന്നു. ഒരു ടെൻഷൻ അതൊക്കെ നമ്മൾ മനസ്സിലാക്കും. അത് ചുമ്മാ ജോക്കടിച്ചാ. ഈയിടെ ഒരു അബദ്ധം പറ്റി. ഞാൻ ഒരു ലേമർഡിയനിൽ ഇരുന്ന് കോഫി കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കോഫിയുടെ ഇങ്ങനെ നല്ല ഒരു പടമൊക്കെ ഉണ്ടാക്കി വെച്ചു. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതിലിട്ടു. ഇട്ട് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചാറ മെസ്സേജ് വരുന്നത്. എനിക്കത് മനസ്സിലായില്ല. അപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഇതന്നെ. അപ്പോഴേക്കും പറഞ്ഞപ്പോഴാണ് പറഞ്ഞു അതിൻ്റെ എഡ്ജിൽ സീൻ എന്ന് പറഞ്ഞ് എഴുതി പേപ്പറിൻ്റെ എഡ്ജ് വന്നു. പെട്ടെന്ന് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു മൂല ആ സീൻ എന്നൊക്കെ പറഞ്ഞു അത് വന്നു.